നമസ്കാരം. നമ്മൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നത്. +2 ക്ലാസ്സിലെ ചാപ്റ്റർ 2 പഠിച്ചുകൊണ്ടിരിക്കുക. കപ്പാസിറ്റേഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മളെടുക്കുന്നത്. ഇതിൽ കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പഠിച്ചത് Q = നമ്മൾ CV എന്ന ഇക്വേഷൻ പഠിച്ചു. Q ചാർജാണ്, C കപ്പാസിറ്റൻസ് ആണ്, V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പിന്നെ പഠിച്ചത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C = ε0 A/d. ε0 A/d ഒരു മീഡിയം ഉണ്ടെങ്കിൽ ε0 εr A/d എന്ന് പറയും. കപ്പാസിറ്റേഴ്സ് സീരീസിലാണെങ്കിൽ സീരീസിലാണെങ്കിൽ 1/C = 1/C1 + 1/C2. രണ്ട് കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ 1/C = 1/C1 + 1/C2. പാരലാണെങ്കിൽ C = C1 + C2. ഇത് ഇക്വേഷൻസ് ആണ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ആണത് ഡെറിവേഷൻ നമുക്കൊന്ന് നോക്കാം. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു സ്പ്രിങ് എടുക്കുകയാണെങ്കിൽ സ്പ്രിങ്ങിൽ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യും. സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യും. ആ ചെയ്യുന്ന വർക്കാണ് ആ സ്പ്രിങ്ങിനകത്ത് മെക്കാനിക്കൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ആ സ്പ്രിങ്ങിനകത്ത് മെക്കാനിക്കൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അതുപോലെ നമ്മളൊരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യേണ്ടി വരും. ആ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ ചെയ്യുന്ന വർക്കാണ് അതിനകത്ത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ V = W/Q അല്ലെങ്കിൽ W = VQ എന്ന ഇക്വേഷൻ പഠിച്ചതാണ്. W = VQ. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഞാൻ ഒരു സ്മോൾ ചാർജ് DQ ചാർജ് ചെയ്യാമ്പോൾ DQ ചാർജ് കൊടുക്കുമ്പോൾ കപ്പാസിറ്റർ DQ ചാർജ്. അപ്പോൾ ചെറിയ വർക്ക് dW = സ്മോൾ വർക്ക് ഈസ് ഡൺ = W V × Q ആണ്. V × dQ എന്ന് ഞാൻ കൊടുത്തു. V × dQ. ഇതാണെങ്കിൽ ഇനിയും V × dQ. അപ്പോൾ ആ കപ്പാസിറ്റർ ഞാൻ 0 to Q ചാർജ് ചെയ്യണമെങ്കിൽ W = W. അപ്പോൾ അതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. W = dW = 0 to Q ആണെങ്കിൽ 0 to ക്യാപിറ്റൽ Q V dQ എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് Vക്ക് പകരം Q/C എന്ന ഇക്വേഷൻ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 0 to Q Vക്ക് പകരം Q/C dQ = 1/C. C കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 0 to Q dQ = 1/C. Q dQ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ Q²/2 ആണ്. Q²/2 നേരത്തെ പറ്റിയിട്ടുള്ളതാണ്. Q²/2 അത് 0 to Q. ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/C ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ Q²/2 മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. ആൻസർ ഈസ് Q²/2C എന്ന് വരും. Q²/2C. ഇപ്പോൾ Q = CV ആണ്. അതേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം W ആണ്, വർക്കാണ്. വർക്ക് ഈസ് കൗണ്ടഡ് ആസ് എനർജി. U എന്ന് കൊടുക്കുക. U = Q²/2C ഓർ Qവിന് പകരം CV കൊടുക്കുകയാണെങ്കിൽ C²V² എന്ന് വരും. അല്ലെങ്കിൽ ½ CV² എന്ന് എഴുതാം. ഇത് വീണ്ടും എഴുതാം. സിക്ക് പകരം Q/V കൊടുക്കുമ്പോൾ ½ QV എന്ന ഇക്വേഷൻ കിട്ടും. ½
QV. അപ്പോൾ U ഈസ് ഈക്വൽ ടു Q²/2C എഴുതാം, അല്ലെങ്കിൽ ഹാഫ് CV² എഴുതാം, അല്ലെങ്കിൽ ഹാഫ് QV എന്ന എക്സ്പ്രഷൻ ഉണ്ട്. ഇത് എഴുതി പഠിക്കേണ്ടതാണ്. അത് എല്ലാ സ്റ്റെപ്പും നമുക്ക് പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ ഇത് എല്ലാ സ്റ്റെപ്പും വേണമെന്നില്ല. നമുക്കിതൊക്കെ അറിയാവുന്നതാണ്. മനസ്സിലാകാൻ വേണ്ടി ഇത്രയും സ്റ്റെപ്പ് എഴുതിയത് നമുക്ക് ഈ സ്റ്റെപ്പ് വേണം. W = VDQ, W = C സ്റ്റെപ്പ് കമ്പൽസറി ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതിയാലും മതി. കാര്യം ബാക്കിയെല്ലാം നമുക്ക് അതിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. Q²/2C ഫൈൻ ഇക്വേഷനും എഴുതുക. ഇതാണ് ഒന്നാമത്തെ ടോപ്പിക്ക്. ഇനി അടുത്ത നമുക്ക് എനർജി ഡെൻസിറ്റിയാണ്. എനർജി ഡെൻസിറ്റി അത് നമുക്ക് നോക്കാം. എനർജി ഡെൻസിറ്റി. നെക്സ്റ്റ് വൺ, എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ. എനർജി ഡെൻസിറ്റി എന്ന് പറയാം എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഈ എനർജി ഒരു കപ്പാസിറ്റർ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന എനർജി കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിൻ്റെ ഇടയ്ക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. മീഡിയം ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. കപ്പാസിറ്ററിൻ്റെ മീഡിയത്തിനകത്ത് ആ പ്ലേറ്റിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്താണ്, ആ മീഡിയത്തിലാണ് ഈ എനർജി സ്റ്റോർ ചെയ്തത്. അപ്പോൾ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി ഡെൻസിറ്റി ഈക്വൽസ് എനർജി ബൈ വോളിയം. വോളിയമാണിത്. എനർജി ബൈ വോളിയം. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് CV² ആണ്. ഹാഫ് CV². മുമ്പ് പഠിച്ചതാണ്. വോളിയത്തിന് പകരം ഒരു പ്ലേറ്റിൻ്റെ ഈ ഡിസ്റ്റൻസാണ് D എന്ന് പറയുന്നത്. D ഈ പ്ലേറ്റ് ഏരിയ ആണ് A. പ്ലേറ്റ് ഏരിയ A. അപ്പോൾ ഇതിനകത്തിൽ വോളിയം ഏരിയ ഇൻറ്റു തിക്നെസ് ആണ്. അപ്പോൾ A ഇൻറ്റു D എന്ന് കൊടുക്കാം. A ഇൻറ്റു D. സിയുടെ ഇക്വേഷൻ നേരത്തെ പഠിച്ചാണ്. C = ε0A/D. ഹാഫ് ഇൻറ്റു ε0AV²/A ഇൻറ്റു ഇവിടെ D ഉണ്ട്. ε0A/D ഉണ്ട്. അപ്പോൾ D² എന്ന് വരും. ഓൾറെഡി ഉള്ള D ഉണ്ട്. സിക്ക് വാല്യൂവിനകത്ത് ε0A/D വരും. ആ D വരുമ്പോൾ D² എന്ന് വരും. എയും ക്യാൻസൽ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ε0V/D. V/D ഇത് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. V/D ഇത് ഹോൾ സ്ക്വയർ. V/D എന്ന് ഹോൾ സ്ക്വയർ എഴുതുമ്പോൾ V/D ഇത് കഴിഞ്ഞ പൊട്ടൻഷ്യൽ പഠിച്ചതാണ്. V/D ഈസ് ഈക്വൽ ടു E ആണ്. is equal to half ε0E² എന്ന് എഴുതുക. ഹാഫ് ε0E². ഇതാണ് എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയമാണ്. എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഹാഫ് CV² ഡിവൈഡ് ബൈ ഏരിയ ആൻഡ് തിക്നെസ് ആണ് വോളിയം. A ഇൻറ്റു D ഇട്ടു. എയും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണ് V/D ഹോൾ സ്ക്വയർ. V/D ഈസ് ഈക്വൽ ടു E ആണ്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ്, ഇലക്ട്രിക് ഫീൽഡാണ്. ഹാഫ് ε0E² എന്ന് കിട്ടും. ഇതാണ് എനർജി ഡെൻസിറ്റി പിന്നെ കപ്പാസിറ്റർ. അടുത്ത നമുക്ക് ഇഫക്റ്റ് ഓഫ് ഇൻസേർട്ടിങ് സ്ലാബ്. കണ്ടക്റ്റിംഗ് സ്ലാബും ഉണ്ട്, നോൺ കണ്ടക്റ്റിംഗ് സ്ലാബും ഉണ്ട്. അത് നോക്കാം. അടുത്തത് ഇഫക്റ്റ് ഓഫ് ഇൻസേർട്ടിങ് സ്ലാബ്. കണ്ടക്റ്റിംഗ്, നോൺ കണ്ടക്റ്റിംഗ്. കപ്പാസിറ്റർ വരയ്ക്കുന്നു. പ്ലേറ്റ് A, ഇത് B, ഈ ഡിസ്റ്റൻസ് D. ഇതിനിടയ്ക്ക് ഞാനൊരു കണ്ടക്റ്റിംഗ് സ്ലാബ് വെക്കുകയാണ്. തിക്നെസ് T ആണ്. കണ്ടക്റ്റിംഗ് സ്ലാബിൻ്റെ തിക്നെസ് T. ഇപ്പോൾ ഈ കണ്ടക്റ്റിംഗ് സ്ലാബ് ഇതിനകത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് നോക്കാം. V0 ഈസ് ഈക്വൽ ടു E0D. നേരത്തെ പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ E ഇൻറ്റു D ആണ്. E0D. ഇതിൻ്റെ പുറത്തെയാണ് V0, ഉള്ളിലേ അല്ല. കണ്ടക്റ്റിംഗ് സ്ലാബ് വെക്കുമ്പോൾ അതിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് E0 ഈസ് ഈക്വൽ ടു σ/ε0. നേരത്തെ പഠിച്ചതാണ്. സിഗ്മയ്ക്ക് പകരം Q/A ε0 എന്ന് എഴുതാം. Q/A ε0.
ഇനിയും V0 is equal to Q by A epsilon 0 into D എന്ന് എഴുതാം. V0 equals Q by A epsilon 0 into ED epsilon 0 into മോളിൽ D എന്ന് എഴുതാം. ഇനിയും ഒരു കണ്ടക്റ്റിംഗ് സ്ലാബ് വെക്കുമ്പോൾ കണ്ടക്റ്റിംഗ് സ്ലാബിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അങ്ങനെ ആകുമ്പോൾ ന്യൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു അങ്ങനെ പുറത്ത് മാത്രമേ ഉള്ളൂ ആകുമ്പോൾ D മൈനസ് ടി കൊടുക്കണം. D മൈനസ് ടി ഇത്രയും ഭാഗത്തില്ല, ഈ ഭാഗത്ത് മാത്രമേ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ടി കുറയ്ക്കണം. D മൈനസ് ടി ദിസ് ഈസ് ഈക്വൽ ടു E0 ക്ക് പകരം Q by A epsilon 0 into D minus T എന്ന് എഴുതാം. V is equal to Q by A epsilon 0 D minus T. C is equal to equation Q by V ആണ്. Q by V ഇങ്ങനെയാണെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q by V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം epsilon 0 A by T മൈനസ് ടി എന്ന് എഴുതാം. എപ്സിലോൺ 0 A ബൈ D മൈനസ് ടി. സിയുടെ ഇക്വേഷൻ നേരത്തെ ഒന്നുമില്ല, മീഡിയം കണ്ടക്റ്റിംഗ് സ്ലാബ് അല്ലെങ്കിൽ ഉള്ള ഇക്വേഷൻ C ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ബൈ D ആണ്. കണ്ടക്റ്റിംഗ് സ്ലാബ് വെക്കുമ്പോൾ എപ്സിലോൺ 0 D മൈനസ് ടി എന്ന് വരും. D മൈനസ് ടി. ആ ഇക്വേഷനും ഓർത്തിരിക്കുക, പ്രോബ്ലം ഞങ്ങൾ ചോദിക്കും. അതായത് ഓൾ സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് കണ്ടക്റ്റിംഗ് സ്ലാബ് ആകുമ്പോൾ ഓൾ സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് കണ്ടക്റ്റിംഗ് സ്ലാബ് ആകുമ്പോൾ ഡിയുടെ വാല്യൂ ടി ആയിട്ട് മാറും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ഡിവൈഡ് ബൈ D മൈനസ് ടി അല്ലെങ്കിൽ T മൈനസ് ടി 0 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി കിട്ടും. അത് ഓൾ സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് കണ്ടക്റ്റിംഗ് സ്ലാബ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ബിക്കംസ് ഇൻഫിനിറ്റി. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്കുള്ളത് നോൺ കണ്ടക്റ്റിംഗ് സ്ലാബ് വെക്കുമ്പോൾ. നോൺ കണ്ടക്റ്റിംഗ് സ്ലാബ് ആക്കുമ്പോൾ അതൊന്ന് തുടയ്ക്കാൻ പോവാണ്. ഇതിൻ്റെ ഈ പോർഷൻസ് ഇവിടെ മാത്രമേ ഒന്ന് മാറത്തുള്ളൂ, ബാക്കി നമുക്ക് ഒന്ന് നോക്കാം. നോൺ കണ്ടക്റ്റിംഗ് സ്ലാബ് ആണെങ്കിൽ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. കണ്ടക്ടർ ആകുമ്പോഴില്ലാത്തത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. മറ്റേ പഴയ പോലെ തന്നെയാണ് പുറത്തുള്ളത്. V0 E0 D എന്നാണ്. V0 Q by A epsilon 0 D ആണ്. ഇപ്പോൾ ടോട്ടൽ നമുക്ക് എഴുതണമെങ്കിൽ V ഈസ് ഈക്വൽ ടു ഇത് പുറത്തുള്ളത് നമുക്ക് എഴുതണമെങ്കിൽ E0 ഇൻറ്റു D മൈനസ് ടി പ്ലസ് E ബൈ ടി എന്ന് വരും. E ഇൻറ്റു ടി. E ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഇതാണെങ്കിൽ V ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു D മൈനസ് ടി പ്ലസ് ഇയുടെ വില E0 ബൈ കെ ടി എന്നെഴുതാം. E0 ബൈ കെ ഇൻറ്റു ടി. കെ ഡയറക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. ഇത് കിട്ടിയ എങ്ങനെയെന്ന് പറയാം. E0 ഈക്വൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഈ വരുമ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു കെ എന്ന് വരും. അതാണ് E0. സിഗ്മ ബൈ എപ്സിലോൺ 0 E ആണ്. അതാണ് E0 ആണ്. E0 ബൈ കെ ഇട്ടേക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ V ഈസ് ഈക്വൽ ടു E0 നമുക്ക് പുറത്തെടുക്കാം. D മൈനസ് ടി പ്ലസ് ടി ബൈ കെ എന്നെഴുതാം. ടി ബൈ കെ. മുമ്പ് ഇതുപോലെ തന്നെ C ഈസ് ഈക്വൽ ടു E0 പകരം നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q ബൈ A എപ്സിലോൺ 0 D മൈനസ് ടി പ്ലസ് ടി ബൈ കെ എന്ന് കൊടുക്കാം. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ Q ബൈ V ആണ്. C ഈക്വൽസ് Q ബൈ V. അങ്ങനെ ആകുമ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എപ്സിലോൺ 0 A ഡിവൈഡ് ബൈ D മൈനസ് ടി പ്ലസ് ടി ബൈ
കെ എന്ന് വരും. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓൾ സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് നോൺ കണ്ടക്റ്റിംഗ് സ്ലാബ് ആണെങ്കിൽ ഡിയുടെ വാല്യൂ ടി ആയിട്ട് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ഡി എപ്സിലോൺ 0 എ ബൈ ഡി ബൈ കെ വരും. ഡി ബൈ കെ മുകളിൽ പോകുമ്പോൾ കെ മുകളിൽ പോകും. എപ്സിലോൺ 0 എ ബൈ ഡി ഇൻറ്റു കെ. ദിസ് ഈസ് ഈക്വൽ ടു നേരത്തെ എഴുതിയ സി തന്നെയാണ്. എപ്സിലോൺ 0 എ ബൈ ഡിയുടെ വില സി തന്നെയാണ്. അപ്പോൾ സി ഇൻറ്റു കെ എന്ന് കൊടുക്കാം. അതായത് ഒരു കപ്പാസിറ്ററിനകത്ത് ഓൾ സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് നോൺ കണ്ടക്റ്റിംഗ് സ്ലാബ് ആണെങ്കിൽ ആ നോൺ കണ്ടക്റ്റിംഗ് സ്ലാബിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എത്രയാണോ അത്രയും ടൈംസ് കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ സി 0 കൊടുക്കാം. അത് C0 കൊടുക്കാം. C0 ഇൻറ്റു കെ എന്ന് എഴുതാം. ഇതാണ് രണ്ട് ഇക്വേഷനും ഓർത്തിരിക്കുക. കണ്ടക്റ്റിംഗ് സ്ലാബ് വെക്കുമ്പോൾ സി സിക്കൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി മൈനസ് ടി വരും. ഒരു നോൺ കണ്ടക്റ്റിംഗ് സ്ലാബ് വെക്കുമ്പോൾ സി സിക്കൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെയും കൂടെ വരും. അല്ലെങ്കിൽ C0 ഇൻറ്റു കെ. ഓൾ സ്പേസ് ഫില്ല് ചെയ്യുവാണെങ്കിൽ C0 ഇൻറ്റു കെ. ഇതാണ് നമുക്ക് കപ്പാസിറ്റേഴ്സിലും ആകെ പഠിക്കാനുള്ളത്. പഠിച്ച കാര്യങ്ങൾ പാരലൽ കപ്പാസിറ്റർ, അതിൻ്റെ എക്സ്പ്രഷൻ, കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസ്, അതിൻ്റെ പാരലൽ. പിന്നെ പഠിച്ചത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ, ഇഫക്റ്റ് ഓഫ് ഇൻസേർട്ട് ഇൻ കണ്ടക്റ്റിംഗ് സ്ലാബ്, നോൺ കണ്ടക്റ്റിംഗ് സ്ലാബ്. അടുത്തത് വാൻഡിഗ്രാഫ് ജനറേറ്ററാണ്. അതിൻ്റെ പ്രവർത്തനം ഇത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.